ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനിയും നന്ദുവും കൂടി കടൽ തീരത്തിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വീട്ടിൽ നിന്ന് കൂടുതൽ പ്രഷർ വന്നാൽ എനിക്ക് വിവാഹത്തിന് സമ്മതിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് നന്ദു ഇങ്ങനെ പറയും. അത് കേട്ട് എനിക്ക് സഹിച്ചില്ല. അനിയാണെങ്കിൽ പിന്നെ ജീവിതം അവസാനിപ്പിക്കുന്ന കാര്യമൊക്കെയാണ് നന്ദുവിനോട് പറയുന്നത്. ഇത് കേട്ടപ്പോൾ നന്ദുവിന് അതിനേക്കാളും വലിയ സങ്കടം. ഒരു കല്യാണാലോചന എന്ന് വീട്ടിൽ പറയുമ്പോൾ തന്നെ നീ ആ പയ്യൻ്റെ ഫോൺ നമ്പർ വാങ്ങിച്ചങ്ങ് വെച്ചേരെ, ബാക്കി ഡീറ്റെയിലൊക്കെ എടുത്തിട്ട് ഞാൻ ആ പയ്യനെ അപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്തോളാമെന്നൊക്കെ പറയുക നന്ദു. അപ്പോൾ അത് കേട്ടപ്പോൾ അനി പറയുമ്പോൾ നന്ദു ഭയങ്കര ചിരി. അപ്പോൾ ഇങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കാം. അപ്പോൾ നമ്മുടെ നന്ദു ഇങ്ങനെ അകന്നല്ലേ ഇരിക്കുന്നേ. ആ സമയത്ത് നീ കുറച്ചുകൂടി എൻ്റെ അടുത്തേക്ക് ഇരിക്കാനായിട്ട് അനി നന്ദുവിനോട് പറയാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് തോളത്ത് കൈയൊക്കെ ഇട്ട് അവിടെ അങ്ങനെ ഇരിക്കും കേട്ടോ. ഇതൊക്കെ അറിയാതെ നമ്മുടെ നയനയും ആദർശും കൂടി ഇങ്ങനെ വണ്ടിയിൽ തിരിച്ചു പോന്നുകൊണ്ടിരിക്കുക. അങ്ങനെ പോരുന്ന സമയത്ത് എടി നമുക്ക് ബീച്ചിലൊന്ന് പോയാലോ എന്ന് ചോദിച്ചു. ഇത്രയും നേരമായില്ലേ ആദർശേട്ടാ, നമുക്ക് വീട്ടിലോട്ട് പോകാമെന്ന് പറയുമ്പോൾ ബീച്ച് വഴി ഒന്ന് പോവാന്നേ എന്നും പറഞ്ഞുകൊണ്ട് ആദർശം നിർബന്ധിക്കുക. ഈ നേരത്ത് പോകുന്നതിന് ഇപ്പം എന്താ കുഴപ്പം? അവിടെ ചിലക്കാർ വല്ലതും കാണുമോ? ഇല്ലല്ലോ, പിന്നെന്താന്ന് ചോദിച്ചു. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലേ നീ എൻ്റെ കൂടെയല്ലേ വരുന്നത്, പിന്നെന്താ പ്രശ്നമെന്നൊക്കെ ആദർശ് ചോദിക്കാം. നിൻ്റെ അനിയത്തിയെ പോലെ തന്നെ ഞാനും അത്യാവശ്യം പ്രശ്നങ്ങളൊക്കെ നേരിടാൻ കഴിവുള്ള ഒരാൾ തന്നെയാണെന്ന് പറയുമ്പം അതെനിക്കറിയാലോ, ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണല്ലോ ആ രംഗങ്ങളൊക്കെ എന്ന് നയന. അതിന് പിന്നെ എന്തിനാ പേടിക്കുന്നതെന്ന് ചോദിച്ചു. പേടിയല്ല, ഈ സമയത്തൊക്കെ എന്തിനാ ബീച്ചിൽ പോയിരിക്കുന്നതെന്ന് ഓർത്തിട്ട് ആദർശേട്ടാന്ന് പറഞ്ഞു. അത്രയും സമയം നിനക്കൊപ്പം ഉറങ്ങാതിരിക്കാമല്ലോ. എടി നാളെ കഴിഞ്ഞപ്പിന്നെ ഞാനങ്ങ് പോവില്ലേന്ന് ചോദിച്ചു. ഇത്ര പ്രയാസപ്പെട്ട് എന്തിനാ പോകുന്നതെന്ന് അന്നേരം നയന ചോദിച്ചു. പോകാതിരിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നില്ലേ, പക്ഷേ ഇവിടെ ഇപ്പം എനിക്ക് പോയല്ലേ പറ്റുള്ളൂ. അപ്പോൾ പോകണം ആദർശേട്ടാ, ഇക്കാര്യത്തിൽ ഇനി പാതി മനസ്സുമായിട്ട് നിൽക്കല്ലേ, അവിടെ ചെന്നിട്ട് കാര്യങ്ങളെല്ലാം ശരിയാക്കണം കേട്ടോ എന്നും പറഞ്ഞിങ്ങനെ നയന പറയുക. അങ്ങനെ കഴിവും പ്രാപ്തിയുള്ളവരെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് പോന്നു കഴിഞ്ഞാൽ പിന്നെ വല്ലപ്പോഴും കൂടി അങ്ങോട്ടൊന്ന് പോയാൽ മതിയല്ലോ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയും. അനിയേ അവൻ ഇവിടുത്തെ ബ്രാഞ്ചുകളൊക്കെ നോക്കാതിരുന്നപ്പോൾ ഞാനേ ഏറ്റവും മിടുക്കന്മാരായ മാനേജർമാരെയാണ് അവിടെ വെച്ചതെന്നും അതുപോലെ തന്നെ ഇവിടുന്ന് കുറച്ച് പേരെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയും വേണമെന്നുള്ള കാര്യമൊക്കെ ആദർശ് ഇങ്ങനെ പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ അത് ഭയങ്കര തലവേദനയാണ്. ഇവിടെയാണെങ്കിൽ ഞാനും അനിയില്ലെങ്കിലും അച്ഛനും ചെറിയച്ഛനൊക്കെ കാര്യങ്ങളെല്ലാം നന്നായി നോക്കിക്കോളുമല്ലോ. പക്ഷേ ഇവിടെ ഇൻ്റർനാഷണൽ ബിസിനസ് അല്ലേ, അത് കുറച്ച് റിസ്ക് ഉള്ള കാര്യം തന്നെയാണെന്നൊക്കെ പറയും ആദർശ് നയനയോട്. നമുക്കൊരു സെക്കൻഡ് ഷോയ്ക്ക് പോയാലോ? അതൊന്നും വേണ്ട ആദർശേട്ടാ, എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയും. അത് ശരിയാ, വെറുതെ തന്നെ 2 മണിക്കൂർ കളയുന്നതല്ലേന്ന് ആദർശ് അന്നേരം ചോദിച്ചു. അങ്ങനെ അതും പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി പിന്നെയും പോവുക. എത്ര ദിവസം എനിക്ക് അവിടെ കഴിയാൻ പറ്റുമെന്ന് അറിയില്ല എന്ന് പറയുമ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാര്യങ്ങളൊക്കെ തീർത്തിട്ട് പെട്ടെന്ന് നിങ്ങൾ വരാനെന്നൊക്കെ നയന അന്നേരം പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടി വർത്തമാനമൊക്കെ പറഞ്ഞ് നേരെ ബീച്ചിലേക്ക് വെച്ച് പിടിക്കുക. അന്നേരം നന്ദുവും അനിയും കൂടെ അതിലേക്ക് കയ്യും പിടിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞ് നടക്കുക കേട്ടോ. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത്, ഈ നടത്തത്തിനൊരു സുഖമൊന്നുമില്ല എന്ന് നന്ദു പറയുമ്പം നീ നിൻ്റെ വീട്ടുകാരെ പറ്റി ആലോചിക്കുന്നത് കൊണ്ടാണ് നിനക്ക് ഈ നടത്തത്തിന് സുഖമില്ലാതെ തോന്നുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമുക്കിതുപോലെ ഒന്ന് ചുറ്റി കറങ്ങുകയൊക്കെ ചെയ്താലേ ഒരു കുഴപ്പമില്ല. അതാകുമ്പോൾ ജോലിയുടെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറയുകയും ചെയ്യും. ശനിയാഴ്ച വൈകുന്നേരം ആയാൽ അത്ര നല്ലത്. സൺഡേ ലീവാണല്ലോ എന്ന് പറഞ്ഞു. ആർക്ക് ലീവ്? എനിക്ക് സൺഡേ മൺഡേ ഒക്കെ ഒരുപോലെയാണെന്ന് നന്ദു പറയുമ്പോൾ നീ എന്തിനാ ഈ ജോലി തിരഞ്ഞെടുത്തെന്ന് ചോദിച്ചു അനി. അപ്പോൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു നന്ദു. അതെ, ജീവിക്കാൻ ഈ ജോലി തന്നെ മതിയായിരുന്നു എന്ന് ചോദിച്ചു. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഞങ്ങളുടെ കമ്പനിയിലേക്ക് വരാൻ, അതിനു വേണ്ടുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്തു തരാമെന്നും പറഞ്ഞല്ലേ. എന്താ നീ ഒരു കാര്യം, എൻ്റെ പൊന്നെടാ, ഞാൻ പറഞ്ഞിട്ടില്ലേ അത് വേണ്ടാന്ന്, അത് ശരിയാവില്ല എന്ന് നന്ദു പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നീ IPS എടുക്കാൻ നോക്ക്, നിനക്ക് പഠിക്കാൻ നല്ല കഴിവുണ്ടല്ലോ, നിനക്ക് വേണ്ടുന്ന ബുക്സും കാര്യങ്ങളൊക്കെ ഞാൻ എത്തിച്ചു തരാമെന്ന് പറയുമ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതിനുള്ള പൈസയൊക്കെ ഇപ്പം എൻ്റെ കയ്യിലുണ്ടെന്ന് നമ്മുടെ നന്ദു പറയാം. നീ ഒന്ന് ചുമ്മായിരുന്നേ, ഇനിയിപ്പം നിൻ്റെ ജീവിതം തന്നെ എൻ്റെ കൺട്രോളിലാണെന്ന് അനി പറയുമ്പം അയ്യടാ, അങ്ങനെ എൻ്റെ ജീവിതം ഞാൻ ആർക്കും തീരെഴുതി കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേ ഞാനത് മനഃപൂർവ്വം തീരെഴുതി വാങ്ങിച്ചു കഴിഞ്ഞു എന്ന് അനി അന്നേരം പറയണു. കൂടുതൽ സംസാരിച്ചല്ലേ, നിന്നെടുത്ത് കടലിലോട്ട് എറിയും ഞാനെന്ന് നന്ദുവിനോട് അനി. അപ്പോൾ അതിനുള്ള ആരോഗ്യമൊക്കെ നിനക്കുണ്ടോ? ചിലപ്പോഴേ തിരിച്ച് സംഭവിക്കും കേട്ടോ എന്ന് നന്ദു. അങ്ങനെ രണ്ടുപേരും ചിരിച്ചും കളിച്ചും ഒക്കെ ഒരു മൂലയിലിരിക്കുമ്പോൾ ഇപ്പുറത്തെ മൂലയിൽ ചേട്ടനും ചേച്ചിയും കൂടെ കയ്യേലും പിടിച്ച തോളിലും കൈയിട്ട് ഇങ്ങനെ വരുക. അപ്പോഴേക്കും അനി ഇവരെ കണ്ടപ്പോഴത്തേക്ക് പ്രശ്നമായി. ദൈവമേ, മൊത്തം പെട്ടല്ലോ എന്ന് മനസ്സിലായിട്ട് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് നന്ദുവിനെ അവിടെ ഒളിച്ചിരുത്തിച്ചിട്ട് അനി ഇങ്ങനെ ഒന്നും അല്ലാത്തതുപോലെ ഇങ്ങനെ അതിലേറ്റ് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുക. അന്നേരം നയനെ അനിയെ കണ്ടു. അത് അനിയല്ലേ ആദർശേട്ടാന്ന് ചോദിച്ചു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അനിയുടെ അടുത്തേക്ക് ചെല്ലുക. എടാ നീ എന്താടാ ഇവിടെയെന്ന് ചോദിച്ചു. ഏട്ടനോ ഏട്ടത്തിയുണ്ടോ? അല്ല നിങ്ങളെന്താ ഇവിടെയെന്ന് ചോദിച്ചപ്പോൾ അല്ല അതൊക്കെ ഇവിടെ നിൽക്കട്ടെ, നീ എന്താ ഇവിടെയെന്ന് പറയാൻ പറഞ്ഞു. ഇന്ന് ഭയങ്കര തലവേദന പിടിച്ച വർക്കായിരുന്നു കേട്ടോ ഓഫീസിൽ. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നൊന്ന് കാറ്റ് കൊള്ളാമെന്ന് കരുതിയെന്ന് പറയും. ഈ സമയത്തോ? അപ്പോൾ ഏട്ടനും ഏട്ടത്തിയും ഈ സമയത്തല്ലേ ഇങ്ങോട്ട് വന്നത്, അതുപോലെ ഞാനും ഇവിടേക്ക് വന്നെന്ന്
അനി പറയുമ്പോൾ ആദർശം നയനി ഇതിലേക്ക് ഇങ്ങനെ നോക്കും ആരെങ്കിലും കൂടെ ഉണ്ടോയെന്ന്. അപ്പോൾ എടാ നിൻ്റെ കൂടെ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? അപ്പോൾ ആര് വരാനാണെന്ന് ചോദിച്ചു അനി. ഞാൻ ഒറ്റയ്ക്കാണ് വന്നതെന്ന് പറഞ്ഞു. നന്ദു കൂടെ വന്നായിരുന്നു എന്നാ ആദർശേട്ടൻ ചോദിച്ചതാ അനിയെന്ന് നയനെ ചോദിക്കും. നന്ദുവോ? അവൾ തിരക്ക് പിടിച്ച് കിടന്ന് ഓട്ടമല്ലേ, പിന്നെ രാത്രിയിൽ എൻ്റെ കൂടെ അങ്ങനെ അവൾ ചുറ്റി തിരിയാനൊക്കെ വരുമോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ വിഷയം മാറ്റി വിടുക. അല്ലെങ്കിൽ തന്നെ ഞങ്ങളിപ്പോൾ അങ്ങനെ കാണാറുമില്ല, സംസാരിക്കാറുമില്ല, മിണ്ടാറുമില്ലല്ലോ. ഞങ്ങളെ വിശ്വസിച്ചു കേട്ടോ അത്. അയ്യോ അല്ല, വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഞാൻ പറഞ്ഞ സത്യമാണെന്ന് അനി അന്നേരം ഇവരോട് പറയണം. ഇവിടേക്കും അതൊക്കെ ഒന്ന് തിരഞ്ഞാലേ ചിലപ്പോൾ അവൾ ഇവിടെ എവിടെയെങ്ങാനും കാണുമായിരിക്കും എന്ന് നയന പറയുമ്പോൾ, തിരഞ്ഞോ, എല്ലായിടത്തും തിരഞ്ഞു, പക്ഷേ ഈ കടപ്പറ മുഴുവൻ അരിച്ചു പെറുക്കിയാലും അവളെ നിങ്ങൾ കാണില്ല എന്ന് അനി പറയുവാണ്. അല്ല, നിങ്ങൾ രണ്ടാളും എന്തിനാ ഈ സമയത്ത് ഇതിൽ വന്നതെന്ന് ചോദിച്ചു എന്ന് അനി. മറ്റന്നാൾ ആദർശേട്ടൻ പോവല്ലേ, അതുകൊണ്ട് പുറത്തേക്കൊന്ന് ചുറ്റണമെന്ന് ആദർശേട്ടനൊരാഗ്രഹം, അതുകൊണ്ട് വന്നതാണെന്ന് പറയുമ്പോൾ അതെനിക്ക് തോന്നിയെന്ന് പറഞ്ഞു. അതുകൊണ്ടേ ഒരു ഗുണമുണ്ടായില്ലേ നയനെന്ന് ആദർശ് ചോദിക്കുക. ഇവനെ കൈയോടെ പൊക്കാൻ പറ്റിയില്ലേന്ന്. ആദർശേട്ടൻ എന്തോ ഒരു സംശയം പിടിച്ചതുപോലെ എന്നെ നോക്കുന്നതെന്ന് അനി അന്നേരം ചോദിച്ചു. സംശയിക്കാനുള്ള വകുപ്പ് ഉള്ളത് കൊണ്ടാണെന്ന് ആദർശ് പറയുക. എന്നിട്ട് ഇവർ രണ്ടുപേരും അനിയെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കും. അനിയാണെങ്കിൽ ഒരു കള്ള ചിരിയും ചിരിച്ച് ഇങ്ങനെ നിൽക്കും, ഇവരുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റാതെ. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന നമ്മുടെ നന്ദു ആണെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടി റോട്ടിൽ കയറിയിട്ട് നടന്നു പോകുമ്പോഴാണ് ആ നവീൻ അതുവഴി വരുന്നത്. നവീൻ അന്നേരം നന്ദുവിനെ കണ്ടു. അല്ല, ഇതെന്താണ് ഇവിടെയെന്ന് ചോദിച്ചു. ഞാനൊരു കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാ എന്ന് നന്ദു പറയുമ്പം ഒറ്റയ്ക്കാണോ വന്നതെന്ന് ചോദിച്ചു കേട്ടോ. ഇവിടെ ചേരി പ്രദേശത്ത് ചില പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട്, അതൊന്ന് നേരിട്ടും മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പം, എൻ്റെ നന്ദു നീ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്ന അപകടമല്ലേ, നിനക്കാണെങ്കിൽ ഒരുപാട് ശത്രുക്കളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് നവീൻ പറഞ്ഞപ്പോൾ, കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നവരുടെ കാര്യമൊക്കെ അങ്ങനെയാണ് നവീനേട്ടാന്ന് പറഞ്ഞു നന്ദു. അല്ല, നേരെ പോലീസ് ജീപ്പ് എന്തെന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ വിളിക്കുമ്പോൾ വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. നീ ഇനി വീട്ടിലേക്കാണോ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ നന്ദുവിന് വല്ലാത്തൊരു ഇത്. അതെ, പക്ഷെ ഞാൻ ബൈക്കിലാ. അയ്യോ അത് കുഴപ്പമില്ല, നവീനായിട്ടൊരു ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്നെ ഒന്ന് അങ്ങോട്ടേക്ക് വിട്ടേക്കാവോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ നിനക്ക് ഈ ആണുങ്ങളുടെ പിന്നിലിരുന്ന് പോകാനൊന്നും ഒരു മടിയില്ലല്ലേ എന്ന് ചോദിച്ചപ്പം, ഞാൻ എന്തിനാണ് മടിക്കുന്നത്, എൻ്റെ ഫ്രണ്ട്സിനൊപ്പം ഞാൻ കറങ്ങാറുണ്ടല്ലോ, ആണും പെണ്ണും തമ്മിൽ ബൈക്കിൽ പോയെന്ന് കരുതി നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടാനാണ് നവീനേട്ടാന്ന് ചോദിച്ചു. അപ്പോൾ കറക്റ്റ്, ഇങ്ങനെ വേണം പെൺകുട്ടികൾ ചിന്തിക്കാനെന്ന് നവീൻ പറയും കേട്ടോ. എന്നാൽ പിന്നെ നീ കയറിക്കോളാൻ പറയും. അങ്ങനെ നവീൻ്റെ കൂടെ ബൈക്കിൽ കയറി നമ്മുടെ നന്ദു അല്ല, നീ എന്താ ഭയങ്കരമായിട്ട് ടെൻഷനായിരിക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് നവീൻ ചോദിക്കുമ്പം, ഒന്നുമില്ല, ഞാൻ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ, എന്നാലും ഇപ്പോൾ ഒരുപാട് വൈകി പോയെന്ന് പറയുക കേട്ടോ നന്ദു. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോയാലോ, അല്ലെങ്കിൽ ഒരു കട്ടൻ? അയ്യോ ഒന്നും വേണ്ട നവീനേട്ടാ, പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതി എന്ന് പറഞ്ഞു. ശരി, ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോവുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോയ സമയത്ത് നമ്മുടെ അനിയാണെങ്കിൽ ആദർശിൻ്റെയും നയനയുടെയും ഒക്കെ ഫോട്ടോ എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുക. എന്താ ഇപ്പോഴും നിങ്ങളുടെ പരതലിനൊരു മാറ്റവും ഇല്ലല്ലോ എന്ന് അനി അന്നേരം ഇവരോട് ചോദിച്ചു. ഇവിടെയൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ആരെയും കണ്ടില്ലല്ലോ. അവളെ ഒരു പോലീസ് ഓഫീസറാണ്, അവൾക്കറിയാം എങ്ങനെ വിളിക്കണം എങ്ങോട്ട് പോകണം എന്നൊക്കെ. അപ്പോൾ അത് തന്നെ എനിക്കും പറയാനുള്ളത്. അവളൊരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് പിള്ളേർ കളിക്കൊന്നും അവളിപ്പോൾ കൂട്ട് നിൽക്കത്തേ ഇല്ല എന്ന് അനി എന്നിട്ട് ഇവരോട് പറഞ്ഞു. അവൾക്ക് ഈ നാട്ടിലൊക്കെ നല്ല വിലയാണല്ലോ, അതിന് ഈ സ്റ്റേഷൻ പരിധിയിലല്ലല്ലോ വർക്ക് ചെയ്യുന്നത്. ഏത് സ്റ്റേഷൻ പരിധിയിലാണെങ്കിലും അവളുടെ ഇപ്പോഴത്തെ പൊസിഷനെക്കുറിച്ച് അവൾക്ക് നല്ല ബോധമുണ്ടല്ലോ ഏട്ടാ. പക്ഷെ നിനക്ക് ബോധമില്ലല്ലോ, അതിലെ കുഴപ്പമൊന്നും ആദർശ് ചോദിച്ചു. ഏട്ടാ, ഞങ്ങൾക്ക് തമ്മിൽ ഒന്നിക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾക്ക് എന്തായാലും ഉറപ്പായി, അതുകൊണ്ട് ഞങ്ങളിപ്പോൾ കാണാറ് പോലും ഇല്ല എന്ന് അനി പറയുമ്പോൾ, മനസ്സിലായി. അന്ന് എൻ്റെ ഫംഗ്ഷൻ അനി വന്നപ്പോൾ മറ്റുള്ളവരുടെ കണ്ണൊന്ന് തെറ്റിയ രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ കോർക്കുന്നത് ഞാൻ കണ്ടതാണെന്ന് നയനി എന്നിട്ട് അനിയോട് പറഞ്ഞു. അതെ, ഞാനും ശ്രദ്ധിച്ച കാര്യം തന്നെയാട്ടോ. നന്ദു അന്ന് അച്ഛന് വയ്യാതിരുന്നിട്ടും വീട്ടിലേക്ക് വന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ കാണാനാണെന്ന് തന്നെ എനിക്കറിയാം. അയ്യോ എൻ്റെ പൊന്നാദർശേട്ട, അത് അതിനൊന്നും ആയിട്ടല്ല കേട്ടോ വന്നത്. അതിൻ്റെ തൊട്ടടുത്ത ദിവസം അബിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയില്ലായിരുന്നോ, അതിനു മുന്നേ അവനെ ഒന്ന് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്ന് നന്ദു വന്നത് എന്ന് അനി പറഞ്ഞു. അതെന്തിനാണ് അവനെ വാച്ച് ചെയ്യുന്നത്, അവനെ പിറ്റേന്ന് വന്ന് അറസ്റ്റ് ചെയ്താൽ പോരായിരുന്നോ, നന്ദു ചെയ്തതും അത് തന്നെയല്ലേ എന്ന് ആദർശ് ചോദിച്ചു. എങ്കിലും അവൻ്റെ പതർച്ചയ്ക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അവൾ വന്നതെന്നൊക്കെ അനി ഇങ്ങനെ ഇവരുടെ ഉണ്ണിക്കിടന്ന് ഉരുണ്ട് കളിച്ച് പറയുക. എന്ന് മാത്രമല്ല, അതിനു മുൻപ് അവൻ മറ്റൊരു മഹാപാപം കൂടി ചെയ്തായിരുന്നല്ലോ, അനഖയെ കൊല്ലാൻ നോക്കിയില്ലായിരുന്നു എന്ന് ചോദിച്ചു. ഇനിയിപ്പോഴേ നിന്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി കള്ളങ്ങളുടെ കേട്ടോ നീ ഒരുപാട് അങ്ങ് അഴിച്ചു വിടണ്ട കേട്ടോ എന്ന് പറഞ്ഞു ആദർശ്. നിന്നിപ്പോൾ നിൻ്റെ അമ്മ തിരക്കുന്നുണ്ടാവും, പെട്ടെന്ന് മോൻ നോക്കാൻ പറഞ്ഞു. വല്യമ്മ ഇപ്പോൾ രണ്ടാരിലേയും കാത്തിരിക്കുന്നുണ്ടാവുമല്ലോ, അപ്പോൾ ദേ നിങ്ങളും ചെല്ലാൻ പറഞ്ഞു. ഞാൻ വന്നിട്ട് കുറേ നേരം ആയതല്ലേ എന്ന് ചോദിച്ചു. നീ എങ്ങനെയാണ് വന്നത്? ഞാൻ ബൈക്കിൽ.
നീ ബൈക്കിൽ അങ്ങനെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരാളും കൂടി ഉണ്ടാവും ഉറപ്പാണെന്ന് പറഞ്ഞപ്പോൾ അതേ അടുത്തത് തുടങ്ങിയില്ലോ, ഇനി ഇവിടെ നിന്നാലേ ശരിയാവത്തില്ല, ഞാൻ പോവാണെന്ന് പറഞ്ഞ് അനി അവിടെ നിന്ന് അങ്ങ് പോയി. അനി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ അതിലേക്ക് നോക്കുക നന്ദു അങ്ങനെ ഉണ്ടായിരുന്നോ എന്നുള്ളൊരു രീതിയിൽ. അതിനുശേഷം നവീൻ്റെ കൂടെ നമ്മുടെ നന്ദു ഇങ്ങനെ പോകും. അപ്പോഴത്തേക്ക് അനിയുടെ കോള് വന്നു. ഹലോ, നീ ഇതെവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വീട്ടിലെത്താറായെന്ന് പറഞ്ഞു. അപ്പോൾ എത്താറായോ, എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. അതൊക്കെ ഞാൻ വീട്ടിലെത്തിയിട്ട് പറയാം, ശരി എന്നാ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. നന്ദു ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ടെൻഷനായി, ദൈവമേ എന്താണെന്ന് ഓർത്തിട്ട്. അങ്ങനെ നവീനും നന്ദുവും കൂടെ വീട്ടിലെത്തി. അവർ ചായയൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുക നവീന്. പിന്നെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഗോവിന്ദനും കനകയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ചുക്കുകാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നു. മോൻ ഒരു ദിവസം ഇങ്ങോട്ട് ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദേട്ടൻ പറഞ്ഞു. അന്നത്തെ ആ കോടതിയിൽ ആ കേസിൽ ജയിച്ചതിൽ പിന്നെ മോൻ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും ഒരുക്കി തരണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടെന്ന കാര്യം ഗോവിന്ദേട്ടൻ ഇങ്ങനെ പറഞ്ഞു. പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ചിരിച്ചുകൊണ്ട് നവീൻ. അന്ന് നിശ്ചയത്തിന് വന്നപ്പോൾ മൊത്തം അലങ്കോലം ആയതുകൊണ്ട് ഒന്നും കഴിക്കാതെയാണല്ലോ മോൻ അന്ന് ഇവിടുന്ന് പോയത്, അതിനിനിയും സമയമുണ്ടല്ലോ എന്ന് നവീൻ എന്നിട്ട് ഇവരോട് പറഞ്ഞു. പിന്നെ അമ്മയോടും അച്ഛനോടും ഞാനൊരു കാര്യം പറയാം, നന്ദുവിന് ധൈര്യം ഇച്ചിരി കൂടുതലാണ്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഈ സമയത്തൊക്കെ കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമാണെന്നും പറഞ്ഞ് പോകുന്നത് അത്ര സേഫൊന്നും അല്ല കേട്ടോ എന്ന് നവീൻ ഇങ്ങനെ പറയുന്നു. അത് കേട്ടപ്പോൾ നന്ദുവിന് ആകരുത്. അന്നേരം എൻ്റെ മോനെ എത്ര പറഞ്ഞാലും അവൾ കേൾക്കത്തില്ല, അവൾക്ക് അവളുടെ ജോലിയാണ് വലുത്, പോലീസുകാരെ പോലും കൂടെ കൂട്ടാതെയോ ഒറ്റയ്ക്ക് ഗുണ്ടകളെയൊക്കെ എതിരിടാൻ പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ നവീൻ ഇങ്ങനെ നന്ദുവിനെ ഒരു നോട്ടം. നന്ദു വിളിച്ച് ചിരിയായിട്ട് നിൽക്കുക കേട്ടോ. അപ്പം സമയത്തിന് തിരിച്ചു വന്നില്ലെങ്കിലേ ഞങ്ങൾ നെഞ്ചിൽ തീയായിട്ടാണ് കാത്തിരിക്കുന്നതെന്നും ഗോവിന്ദേട്ടൻ പറയും. അപ്പോൾ ഞാൻ ബീച്ചിൽ ചെന്നപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കുമായിരുന്നു, പോലീസുകാർ പോലും ഇല്ല എന്ന് പറയുമ്പം അത് പിന്നെ ചേരിയിലെ ചില അനാശ്വാസ പ്രവർത്തികളൊക്കെ നടക്കുന്നുണ്ട്, അതൊന്ന് നേരി കാണാൻ വേണ്ടി ഞാൻ അങ്ങനെ പോയതാ എന്ന് പറഞ്ഞു നന്ദുവേ. അന്നേരം മുന്നിലൂടെ വരുന്ന ശത്രുവിനെ നന്ദു കൈകാര്യം ചെയ്യും എന്നൊക്കെ എനിക്കറിയാം, പക്ഷേ നന്ദു ക്രിമിനൽസൊക്കെ പിന്നിലൂടെ ആയിരിക്കും കൂടുതൽ വരുന്നത്, ആ ഒരു ഓർമ്മ നിനക്ക് എപ്പോഴും വേണം കേട്ടോ എന്ന് പറഞ്ഞു. അന്നേരം അമ്മയും അച്ഛനോട് ഇങ്ങനെ നോക്കുക. അപ്പോൾ രാത്രിയിൽ യാത്രയില്ല. അപ്പോൾ ശരി എന്നാന്നും പറഞ്ഞിട്ട് നമ്മുടെ നവീൻ ഇങ്ങനെ ഇറങ്ങുക. അല്ല വേറെ വിവാഹാലോചനകളും കാര്യങ്ങളൊന്നും വന്നില്ലേ ഇവൾക്കൊന്ന് നവീൻ ചോദിക്കുക കേട്ടോ. ആലോചനയൊക്കെ വരുന്നുണ്ട് മോനെ, പക്ഷെ പെണ്ണ് കാണാൻ പയ്യന്മാരിങ്ങോട്ട് വരുമ്പോൾ പെണ്ണിവിടെ വേണ്ടേ എന്ന് ഗോവിന്ദേട്ടൻ പറയാം. ഇവള് പിടി തരാതെ നടക്കുകയാണെന്നും പറയും. അപ്പോൾ ശരിയെന്നാ ഒരു ദിവസം ഞാൻ എത്തിക്കോളാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവീൻ അവിടെ നിന്ന് അങ്ങ് പോയി. നവീൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ നീ എന്തിനാണ് ബീച്ചിൽ പോയതെന്ന് ഗോവിന്ദേട്ടനും കനകയും കൂടെ നന്ദുവിനോട് ചോദിച്ചു. എന്തിനാ പോയതെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചേ നന്ദു. എങ്കിലും ഞങ്ങൾക്കത് വിശ്വാസമായിട്ടില്ല എന്ന് പറഞ്ഞു അച്ഛൻ. ഞാൻ നേരത്തെ പറഞ്ഞതാ ഇന്ന് വൈകിയേ വരത്തുള്ളെന്ന്, പിന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യാനൊന്നും നിൽക്കണ്ട എന്ന് നന്ദു അച്ഛനോടും അമ്മയോടും പറയുമ്പോൾ ഇവർ രണ്ടുപേരും അത്ഭുതപ്പെട്ടിങ്ങനെ നന്ദുവിനെ നോക്കുക. നന്ദു ഇത്രയും പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി. നന്ദു കയറിപ്പോയി കഴിഞ്ഞപ്പം ആ പറച്ചിൽ എന്തോ കള്ളത്തരമുണ്ട് ഗോവിന്ദേട്ടാ, അവളുടെ ഉള്ളിൽ ഇപ്പോഴും അനിയുണ്ടെന്ന് എനിക്ക് തോന്നണേന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുക. അങ്ങനെ ഗോവിന്ദനും കനകയും കൂടെ ആ സംശയം പ്രകടിപ്പിച്ച് അവിടെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ കാണിക്കുന്ന നയനയും ആദർശം കൂടി അവൻ്റെ കൂടെ ആരോ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാ, അല്ലെങ്കിൽ അവൻ ബൈക്കിൽ വരത്തില്ല എന്നൊക്കെ പറഞ്ഞു. അവൻ്റെ ആൺസുഹൃത്തുക്കളായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അതിപ്പോൾ പറയുമായിരുന്നു എന്ന് പറഞ്ഞു. അതെ, അവന് പെൺസുഹൃത്തു എന്ന് പറയുന്നത് അത് മാത്രമല്ലേ ഉള്ളൂ, പിന്നെ എങ്ങനെയാ, അല്ലാതെ ഇനി അവനാരെയും പ്രേമിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ മൊത്തത്തിലുള്ള പരുങ്ങലും പിന്നെ നന്ദുവിനെക്കുറിച്ചുള്ള അവൻ്റെ ആ ഒരു മുഖത്തെ മാറ്റങ്ങളും ഒക്കെ അവൾ കൂടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്ന് ആദർശ് പറഞ്ഞു. അവർ തമ്മിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ അവരുടെ കല്യാണമൊന്നും ഉടനെ നടക്കുമെന്ന് തോന്നണില്ല എന്ന് നയന പറയും കേട്ടോ. അന്നേരം കല്യാണത്തിന് വേണ്ടി നിൻ്റെ അച്ഛനും അമ്മയൊക്കെ നിർബന്ധിക്കുമ്പോഴൊക്കെ അവൾ ഒഴിഞ്ഞു മാറുന്നതിൻ്റെ കാരണം ഇപ്പോഴും അനിയുമായിട്ടൊരു അടുപ്പമുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും എന്ന് പറയും. പിന്നെ ഇനിയിപ്പോൾ നന്ദുവിനൊരു കല്യാണാലോചന വന്നാലും ഉറപ്പായിട്ടും അനി അത് മുടക്കും, അത് ഉറപ്പാണ്. അപ്പോൾ ആ ചെറുപ്പക്കാരനോട് ഇനിയിപ്പോൾ നന്ദുവായിട്ട് പ്രേമത്തിലാണെന്ന് ഇവൻ ചെന്ന് പറഞ്ഞാലോ, അങ്ങനെ വന്നാൽ നന്ദു അതിനെ എതിർക്കുമോ? ഒരിക്കലും എതിർക്കില്ല എന്ന് പറഞ്ഞു. അവളോട് ചോദിച്ചാൽ അവളും പറയും എനിക്ക് അനിയെ ഇഷ്ടമാണെന്ന്. അവിടെ തകരില്ലേ ബന്ധം എന്നൊക്കെ ചോദിക്കുമോ? അങ്ങനെ ഇവർ തമ്മിൽ നന്ദുവിൻ്റെയും അനിയുടെയും പ്രണയത്തെ പറ്റിയും അവരുടെ ജീവിതം തകരുന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ പറയുക. അപ്പോൾ ഈശ്വരവിധി അവർ തമ്മിൽ ഒന്നിക്കണം എന്നുള്ളതായിരിക്കും. എന്നെപ്പോലെ തന്നെ തനിക്കും അത് തന്നെയാണ് ആഗ്രഹം എന്നൊക്കെ എനിക്ക് അറിയാമെന്നൊക്കെ ആദർശ് ഇങ്ങനെ നയനയോട് പറയുക കേട്ടോ. പക്ഷേ അവരെ ഒന്നിപ്പിക്കാനായിട്ട് നമ്മളെക്കൊണ്ട് സാധിക്കില്ലെന്ന് ആദർശ് പറയണു. അങ്ങനെ അത് രണ്ടുപേരും കൂടി അവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കണം. അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞു. ഇപ്പോൾ നമുക്ക് വീട്ടിൽ പോകണ്ടേന്ന് ചോദിച്ചു. ഇച്ചിരി കഴിഞ്ഞിട്ട് പോകാം, ഇനിയിപ്പോൾ കുഞ്ഞൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ യാത്രകളൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. കന്യാകുമാരി പോയി നിന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഉദയവും അസ്തമയവും ഒക്കെ കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ആദർശ് പറയുക. എല്ലാ ആഗ്രഹങ്ങളും നടന്നാലേ ദൈവം ചിലപ്പോൾ നമ്മുടെ സന്തോഷങ്ങളെ പെട്ടെന്ന് കെടുത്തി കളയുമെന്ന് പറയുക നയന.
അതുകൊണ്ട് ഇത്രയൊക്കെ മതി എന്ന് നയന ആദർശനോട് പറഞ്ഞതൊക്കെ ധാരാളമാണെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ അവിടെ അങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും ടാറ്റാ.